കാണുന്നത്. കോഴിക്കോട് പന്തീരാങ്കാവിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ, സൗപർണിക ജ്വല്ലറിയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സാനിയോ, പട്ടാപ്പകലാണ് ഇത്തരത്തിൽ മോഷണ ശ്രമങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതും ഒരു സ്ത്രീയാണ് ഇത്തരത്തിൽ കയറി വന്നുകൊണ്ട് ആസൂത്രിതമായി തന്നെ മോഷണശ്രമം, ഒപ്പം വയോധികനായ കടയുടമയെ ആക്രമിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. വിനിത, നമുക്കിപ്പം ഈ സംഭവം കണ്ടു നിന്ന ചേട്ടന്റെ പേരെന്താ? അഷ്റഫ് ഉണ്ട്. എന്താ സംഭവിച്ചത്? തൊട്ടടുത്ത ഷോപ്പിലാണ് സംഭവിച്ചത്. ഇതിന്റെ ഓണറായ രാജേട്ടൻ ഇവിടുന്ന് വല പിടിച്ച് വലിക്കുന്നുണ്ട്. മൂപ്പർ ഒറ്റക്കേ ഉള്ളൂ. പെണ്ണിനെന്ന് പറഞ്ഞാൽ ഒരു കുതിരന്റെ ശക്തിയാണ്. അത്രയും ശക്തിയിലാണ് അവിടെ പിടിച്ച് വലിക്കുന്നത്. അവിടെ പിടിച്ച് തള്ളിയിട്ട് അപ്പം ഞാൻ ചോദിച്ചു, രാജേട്ടന് കരയുന്നുണ്ട് ഉറക്കെ, പക്ഷെ മൂപ്പർക്ക് പുറത്തോട്ട് വരുന്നില്ല. അപ്പം ഞാൻ ഇവരെ കൈ പർദ്ദ കൂട്ടി പിടിച്ച് ഇങ്ങോട്ട് വലിച്ച്. അപ്പം അത് നിന്നിട്ട് കുടന്നിട്ട് ഞങ്ങൾ പിടിച്ച് കിട്ടുന്നില്ല. പിന്നെ ഞങ്ങൾ ഇവിടേക്ക് ആക്കി. അപ്പോൾ അവരെ കയ്യിൽ മറ്റേ ഡീസലൊക്കെ ഉണ്ട്. എൻ്റെ മൂപ്പരൊക്കെ മേത്ത് കൊഴിച്ച്, ഞങ്ങൾ മേത്ത് വെച്ചിട്ട് ലൈറ്റർ എടുത്ത് പോക്കറ്റ് ബാഗിൽ നിന്ന്. അപ്പം ബാഗ് ഞങ്ങൾ പൊട്ടിച്ച് വലിച്ച് ഇവിടേക്ക് എറിഞ്ഞ്. അപ്പം ബാഗിൽ നിന്ന് ലൈറ്റർ എടുത്തിട്ട് അടിക്കാൻ നോക്കുമ്പോൾ കൈ പിടിച്ച് ഒടിച്ചിട്ടും കൊണ്ട് ലൈറ്റർ കിട്ടി. അപ്പോൾ അതിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വലിയ മൽപ്പിടുത്തം 10 ആൾ പിടിച്ചിട്ട് ഒതുങ്ങാത്ത സ്ത്രീയാണ്. അപ്പോൾ അത് വേറെ എന്തോ മരുന്നിട്ട് അടിച്ചിട്ടാക്കിയല്ലോ. ഇതിൻ്റെ പിന്നിൽ വേറെ ആളുണ്ടാവും. അല്ലാതെ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. അത് ഇവിടെ നിന്ന് ഫോൺ ചെയ്യാൻ പോകുന്നുണ്ട് ആ സ്ത്രീ. അപ്പോൾ ഫോണൊക്കെ ഞങ്ങൾ പിടിച്ച് മാറ്റിയതാണ്. കയ്യും രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ അത്ര ശ്രദ്ധിക്കില്ല. ഞാൻ ഇവിടെ പോകുമ്പോൾ എപ്പോഴും ഇടക്കിടക്ക് ഇവിടേക്ക് ശ്രദ്ധിക്കും. എന്താ പറയുക, നമ്മൾ അടുത്ത ഷോപ്പാണ്, നമ്മൾ സഹോദരനെ പോലുള്ള ആളാണല്ലോ. അപ്പം മൂപ്പര് ഇവിടെ ഇല്ലെങ്കിലും ഞങ്ങൾ നോക്കാറുണ്ട്. പക്ഷെ ഇത്രയാണ് ഇവരുടെ അടുത്തുള്ളത്. അങ്ങനെ ഇപ്പൊ എണ്ണ വന്നിട്ട് ശരി. ഏതായാലും ആ യുവതിയുടെ പിറകിൽ മറ്റാരോ ഉണ്ട് എന്നതാണ് തൊട്ടടുത്ത കടയിലെ ആളുകൾ പറയുന്നത്. ഏതായാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നാണ് സൗദാബി മൊഴി നൽകിയിരിക്കുന്നത്. അവരെ ഇപ്പോൾ ബലമായി തന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. സാനിയോ മനോമിയാണ് സൗപർണിക ജ്വല്ലറിയിൽ നിന്ന് പന്തീരാങ്കാവിൽ നിന്ന് വിശദാംശം.